തൃശ്ശൂരുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ നന്നായി. അതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ശ്രദ്ധ ക്ഷണിക്കുകയാണ് നിങ്ങളെ. രാജപാതയുണ്ട്, തൃശ്ശൂർ റൗണ്ട്, സ്വരാജ് റൗണ്ട്. ആ സ്വരാജ് റൗണ്ട് എങ്ങനെ കിടക്കണം നിങ്ങളൊന്ന് നോക്കിയാൽ. ആദ്യം അവിടെ കോൺക്രീറ്റ് റോഡാണ്, ശക്തൻ തമ്പുരാൻ്റെ കാലത്തിട്ട കോൺക്രീറ്റ് റോഡാണ്. ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മുകളിൽ കുറേ ടാറ് കൊണ്ടുവന്നിട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ടാറ് പൊളിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേ കൂടി കൊണ്ട് പൊത്തും. ഇപ്പം എന്തായി? നമ്മുടെ രാജപാത മൊത്തം ടാറിൽ ഈ കട്ടവണ്ടി കാളവണ്ടി പോണ പോലെയാണ് കട 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 എന്ന് പറഞ്ഞിട്ടൊരു രാജപാത. അത് മൊത്തം ഒന്ന് കീൽ ചെയ്യാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കോർപ്പറേഷൻ്റെ ഒരുവിധ തട്ടിപ്പാണ്. അതുപോലെ തന്നെ രാമദാസ് തൊട്ട് ആ കോട്ട വരെയുള്ള റോഡ് കാലത്ത് 9 മണി തൊട്ട് ബ്ലോക്ക് തുടങ്ങിയാൽ രാത്രി 10 മണി വരെ അവിടെ ബ്ലോക്കാണ്. അതൊന്ന് വീതി കൂട്ടാനോ അതിൻ്റെ ട്രാഫിക് ഒന്ന് ശരിയാക്കാനോ ഇന്ന വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. പുതിയ കലക്ടർ വന്നു, എന്തെങ്കിലും ട്രാഫിക് പരിഷ്കരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഇരിക്കണ് നമ്മുടെ ജനങ്ങൾ. ഒരു കാര്യവും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇട റോഡുകൾ നിങ്ങളൊന്ന് കണ്ടോക്കിയില്ല, ഒക്കെ കുണ്ടും കുഴി. അധികം ഇട റോഡുകൾ നോക്കണ്ട. അപ്പോൾ ആരത് റോഡ്, ചെമ്പോട്ടി ലൈൻ, അവിടെ നിങ്ങൾ നോക്ക്, കോർപ്പറേഷൻ്റെ ബാക്ക് ഭാഗം അവിടെ കീലിട്ടിട്ട് വർഷങ്ങളായി. ഇപ്പം കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒരു റോഡാണ് അത്. പൂരയ്ക്കാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ? ഇതൊന്നും ചെയ്യാത്തവർക്കൊക്കെ വോട്ട് ചെയ്യണം നമ്മൾ. അതുപോലെ തന്നെ ഒരു ശക്തൻ സ്റ്റാൻഡുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാറായിട്ടുള്ള ഒരു കൂര. ആ കൂരയുടെ ഉള്ളിൽ എത്ര ജനങ്ങളെ വന്നിരിക്കുന്നതാണ്. കയറിക്കഴിഞ്ഞാൽ മൂക്ക് പൊത്താണ്ട് കയറാൻ പറ്റില്ല. അത്ര വൃത്തികെട്ട ഒരു ബസ് സ്റ്റാൻഡ്. ശക്തൻ സ്റ്റാൻഡിന് പേരിടരുത്. അദ്ദേഹത്തിൻ്റെ പേര് ഇതിനിട്ട് കഴിഞ്ഞാൽ മോശമാണത്. ഇങ്ങനെ ഒരു ശക്തൻ സ്റ്റാൻഡ് ആർക്കും വേണ്ടാത്ത ഒരു ആകാശപാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ആരത് ഉപയോഗിക്കുന്നത്? ആരാ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത്? ആൾക്കാരൊക്കെ ഇപ്പോൾ ചോട്ടുകൂടിയാണ് നടക്കുന്നത്. അത് AC ആക്കി ഇത്രയും കോടികൾ ചെലവ് ചെയ്ത്. ആ കോടികൾ ഉണ്ടെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് ഒന്നും നന്നാക്കാറുന്നില്ലേ? ആ കുന്നംകുളം മോഡൽ ഒരു ബസ് സ്റ്റാൻഡ് അടിപൊളിയായിട്ട് പണിയാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമല്ല ഈ ശക്തൻ ഗ്രൗണ്ട്. അവിടെ ഒന്ന് പണിയാണ്ട് ഒരു തീട്ട ബസ് സ്റ്റാൻഡ് വെച്ച് നടക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തി കണ്ണ് പൊത്തി വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അത്ര അത് അതിൻ്റെ ഉള്ളിലും ആ ബസ് സ്റ്റാൻഡ് മൊത്തം കുണ്ടും കുഴിയാണ്. സകല തൂണുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാറായിട്ടുണ്ട്. സകലതും പൊട്ടി പൊളിഞ്ഞ് ചോർന്ന് വലിച്ച് കിടക്കുക. വർഷക്കാലം വരുന്നത്. ഇതൊന്നും നന്നാക്കാണ്ടത് ജനപ്രതിനിധികൾക്ക് വോട്ട് ചോദിച്ച് കോളി ന്യൂസ് പുഞ്ചിരിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വോട്ട് കൊടുത്തോളോട്ടാ. എന്തെല്ലാം കാര്യങ്ങളോട് ട്രാഫിക് പരിഷ്കരണം നടത്താൻ എത്ര കാലമായി ട്രാഫിക് പരിഷ്കരണം നടത്തിയിട്ട്? ഇവിടെ ഒക്കെ ബ്ലോക്കാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. ഒന്നും ശരിയാക്കൂല്ല അവർ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് തൃശ്ശൂർ ഒന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും ബ്ലോക്കിൽ വീർപ്പ് മുട്ടി കഷ്ടപ്പെട്ടാണ് തൃശ്ശൂർ നിവാസികൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് ചിരിച്ചു വരുന്ന ആ ജനപ്രതിനിധികളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അവരെ മുഖത്ത് നോക്കി ചോദിക്കുക. ഇത്രയും എനിക്ക് പറയുള്ളൂ.